ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി. നമ്മളിന്ന് തുടക്കക്കാർക്ക് പോലും ആദ്യമായിട്ട് കിച്ചണിൽ കയറുന്ന ആൾക്കാർക്കും സാമ്പാർ ഉണ്ടാക്കാൻ ഇത്തിരി മടി പിടിച്ച് പേടിച്ച് ഉണ്ടാക്കുന്നത് ശരിയാവില്ല എന്ന് തോന്നുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലും എളുപ്പമായിട്ടുള്ള രീതിയിലായിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കുക്കിങ്ങിലൊക്കെ ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് റെസിപ്പി ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ 250 ml ഒരു കപ്പിൽ ഒരു സാമ്പാർ പരിപ്പ്, ഒരു കപ്പ് സാമ്പാർ പരിപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതുപോലെ ഒരു ഹാഫ് ഓണിയൻ കട്ട് ചെയ്തതും, ഒരു ഗ്രീൻ ചില്ലിയും, അതുപോലെ ഒരു ഒന്നോ രണ്ടോ ഗാർലിക് ചതച്ചതും, കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് പരിപ്പൊന്ന് വേവിക്കാൻ വയ്ക്കാം. നിങ്ങളുടെ പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് 2-3 വിസിലടിക്കാം. ഞാനിവിടെ ഒരു 3 വിസിലാണ് പരിപ്പ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് വേവിക്കുമ്പോൾ സവാള ഇടാൻ മറക്കരുത്. ഒരു അര കഷ്ണം സവാള ഇടുന്നത് പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളിയാണ് നമ്മൾ ഈ സാമ്പാറിലോട്ട് മുഴുവൻ എടുക്കുന്നത്. അതിൻ്റെ ഒരു ഹാഫ് തക്കാളി നമ്മളിപ്പോൾ ഈ പരിപ്പ് വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതവിടെ വേവിക്കാൻ വെച്ചു. അടുത്തത് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങ, മത്തങ്ങ, പിന്നെ നമ്മുടെ മുരിങ്ങാക്കോല്, ക്യാരറ്റ്, പിന്നെ ഒരു കായയുടെ പകുതി കായ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ നമുക്കിടാം. നിങ്ങൾ എന്തൊക്കെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ഇടാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് ഇടാം. ഞാൻ പിന്നെ വഴുതനങ്ങയൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ വെണ്ടയ്ക്കും തക്കാളിയും കൂടി ചേർക്കും. അപ്പോൾ ഇതൊക്കെ നല്ലോണം 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിപ്പോൾ വലിയൊരു പോണി എടുത്തിട്ട് ഈ കഴുകി വെച്ചേക്കണ പച്ചക്കറികളൊക്കെ നമ്മൾ ആ പോണിയിലോട്ട് ഇടാം. അതുപോലെ തന്നെ നമ്മളൊരു ഹാഫ് സവോളയാണ് പരിപ്പിലിട്ടത്. അതിൻ്റെ ബാക്കിയുള്ള ഹാഫ് സവോള നമ്മൾ ഈ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അതിലിട്ടിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട്. പിന്നെ ഇതിലും വേണമെങ്കിൽ നമുക്ക് 2 കഷ്ണം പച്ചമുളക് ഇടാം കേട്ടോ. അപ്പോൾ എരിവ് അതിനനുസരിച്ച് മുളക് പൊടി ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഈ പോണിയിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടി, ഒരു 1/4 ടീസ്പൂൺ നമ്മളിപ്പോൾ സാമ്പാർ പൊടി. അപ്പോൾ കഷ്ണത്തിലേക്കൊക്കെ നമ്മൾ വേവുമ്പോൾ ഒരു മണം നമുക്കങ്ങോട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് വേവിക്കുക. ഈ വേവിക്കുമ്പോൾ നമ്മളൊരു ഹാഫ് കുക്ക്ഡ് ആവണ വരെ വേവിക്കണുള്ളൂ കേട്ടോ. നമ്മൾ ഓവർ കുക്ക്ഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് പിന്നെയും കുക്ക് ചെയ്യുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞ് ആകെ ഒരു പരിവായി പോവും. അപ്പോൾ കഷ്ണങ്ങൾ ഓവറായിട്ട് വേവാതിരിക്കാനൊന്ന് സൂക്ഷിക്കണം. ഒരു ഹാഫ് കുക്കാകുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ. അതുപോലെ കഷ്ണങ്ങൾ വേവിക്കണ കൂട്ടത്തിൽ ഇപ്പോൾ കാണുന്ന പോലെ ചെറിയൊരു പീസ് കായത്തിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമ്മുടെ പരിപ്പ് അവിടെ കുക്കായി റെഡി ആയിട്ടുണ്ടാവും. അതിൻ്റെ വിസിലൊക്കെ പോയി കഴിയണ നേരം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളുടെ ഒരു പകുതി വേവായിക്കോളൂ കേട്ടോ. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഒരടുപ്പിൽ നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ 1 കപ്പ് സാമ്പാർ പരിപ്പിൽ ഞാനൊരു 7-8 പീസ് വെണ്ടയ്ക്ക, അതും ചെറിയ വെണ്ടയ്ക്ക ചേർക്കാറുള്ളൂ. വെണ്ടയ്ക്ക ഞാൻ അധികം ഓവറായിട്ട് ഇടാറില്ല. വെണ്ടയ്ക്ക ഓവറായിട്ട് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2ാമത്തെ ദിവസം ഇതൊന്ന് ചൂടാക്കുമ്പോഴേക്കും ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് വഴുവഴുവെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ലുക്കും ഒരു സുഖമല്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക പരമാവധി മാക്സിമം 7-8 പീസൊക്കെ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൊരു ഹാഫ് തക്കാളി ഉണ്ടല്ലോ, അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. അരിഞ്ഞിട്ട് നമ്മളിനി നമ്മുടെ കണ്ടോ പരിപ്പ് നല്ല പാകത്തിന് വെന്ത് ഇതായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പാർ എൻ്റെയും ഒരു പേടി സ്വപ്നമായിരുന്നു ഒരു സമയം വരെ. ഞാനും കുറേ റെസിപ്പി വീഡിയോസൊക്കെ കണ്ട് പല രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ടൊന്നും എനിക്ക് സാമ്പാർ ശരിയായില്ലെങ്കിൽ എന്തോ നമ്മൾ കുക്കിങ്ങിൽ ഭയങ്കര ഫ്ലോപ്പാണെന്നുള്ളൊരു ടോക്കാണ് പൊതുവേ. പക്ഷെ നമ്മളത് ശരിയാക്കി എടുത്തു സാമ്പാറിനെ. അപ്പോൾ നമ്മുടെ ഈ പകുതി വെന്ത ഈ കഷ്ണങ്ങളിലോട്ട് നമ്മുടെ വെന്ത പരിപ്പും ഈ വെണ്ടയ്ക്കും തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ബാക്കിയുള്ളത് വേവും കൂടിയും ഈ കൂട്ടത്തിൽ അങ്ങോട്ട് ആയിക്കോളും. ആ വെണ്ടയ്ക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഫുള്ളി കുക്ക്ഡ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് കൂട്ടാൻ കാച്ചാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം, കടുക് താളിക്കാനായിട്ട്. അപ്പോൾ അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ ചെറിയൊരു കഷ്ണം കായ ഇട്ടില്ലേ, അപ്പോൾ
നമ്മൾ ഈ സാമ്പാറിലോട്ട് എത്രത്തോളം കായാണ് ഇടാൻ നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഒരു കായം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗവും നല്ലോണം മുരിഞ്ഞ് വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആകുമ്പോൾ നമ്മൾ ഈ കായത്തിനെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആ ചെറിയ നമ്മുടെ ഇടിക്കല്ലില്ലേ അത് വെച്ചിട്ട് നല്ലോണം ഇടിച്ചൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ ഈ സ്റ്റെപ്പ് ഞാനതവിടെ കാണിച്ചിട്ടില്ല. ഈ കൂട്ടത്തിൽ നമ്മൾ കടുകും ഉലുവയും നമ്മൾ പൊട്ടിച്ചെടുക്കണം. ഈ കായം നമ്മൾ ഇതുപോലെ തന്നെ ഇട്ടാലേ മിക്കവാറും നമ്മുടെ കെട്ടിയവന്മാർക്കായിരിക്കും ആ കഷ്ണം കടിക്കാൻ കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വായിലിരിക്കണത് മുഴുവനും നമ്മൾ കേൾക്കേണ്ടി വരും. അത്രയും വൃത്തികെട്ടൊരു ടേസ്റ്റാണ് ഈ കായം കടിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഇടിച്ച് ഒന്ന് പൊടിച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഇട്ടത് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ നല്ല ഉണ്ടമുളക് ഇട്ടേക്കണ കാരണം കൊണ്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കണത്, അല്ലെങ്കിൽ ഭയങ്കര എരിവായിപ്പോവും. പിന്നെ നമ്മൾ 2 വലിയ ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി പരിപ്പിലും കഷ്ണത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ തീയുടെ ഇത് നോക്കണം കേട്ടോ. തീ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിനൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഈ കടുക് താളിച്ചത് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലോട്ടിട്ട് ഇതാക്കി കഴിഞ്ഞ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടികളെല്ലാം അവിടെ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ സാമ്പാറിൻ്റെ കളറും ലുക്കൊക്കെ മാറാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെയാണ്. കാരണം തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ പാകത്തിനുള്ള കട്ടിയിലോട്ട് വരും അത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കൂടുതൽ വെള്ളമൊഴിച്ച് ഇതാക്കാൻ നിൽക്കണ്ട. തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ മല്ലിയില മെയിൻ സാധനം പറഞ്ഞില്ല അല്ലേ, പുളിവെള്ളം ഇതുപോലെ ഞാൻ നമ്മൾ കടുക് താളിച്ച ആ പാനിൽ തന്നെ കഴുകി ഒഴിച്ചപ്പോൾ ഞാനതിൽ ഒരു 2 ടീസ്പൂൺ ഞാൻ ഒരു 2 ടീസ്പൂൺ അധികം പുളി സാമ്പാറിൽ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓവർ പുളി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി നിങ്ങളുടെ പുളിയുടെ അളവനുസരിച്ച് നോക്കി അതിട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. നല്ല അടിപൊളി, നല്ല കായത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണിത്. കായം നമ്മൾ പൊടിയിടുന്നതിനെക്കാട്ടിയും ഇതുപോലെ നമ്മൾ വറുത്തിട്ട് പൊടിച്ച് ചേർക്കുന്നതിന് സ്പെഷ്യൽ ഒരു മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ. പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല. മല്ലിയില ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി സാമ്പാർ. അപ്പോൾ ഇനിയൊരു വെറൈറ്റിക്ക് ഒന്ന് മാറി സാമ്പാറൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻസിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.